ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചെമ്മീൻ കറി വെച്ചാലോ. ചെമ്മീൻ ഇഷ്ടമുള്ള ആൾക്കാരാരുള്ളൂ, എല്ലാവർക്കും ചെമ്മീൻ ഇഷ്ടമല്ല. ഞങ്ങൾക്കും ഇവിടെ ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നല്ല മുഴുത്ത ചെമ്മീൻ കിട്ടും. അപ്പം ഞാൻ ചെമ്മീനൊരു സെമി ഗ്രേവി ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കറി. ഫസ്റ്റിന് ഉരുളി വെച്ച് ഉരുളി ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് പൊട്ടിച്ചു. അതിന് നല്ലോണം പൊട്ടി വന്നപ്പോൾ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് ആ പച്ചമുളകിനും കറിവേപ്പിലയുടെ ഒരു കളറ് മാറി വരുന്നോടും വരെ അതൊന്ന് ജസ്റ്റ് എണ്ണയ്ക്കകത്തിട്ട് ഇളക്കി, എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് അത് കൂട്ടി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തു. നല്ലോണം ഒന്ന് മൂത്തൊരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, സവോള, അതും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നതോടും വരെ അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ മസാല ആഡ് ചെയ്യാവുള്ളൂ കേട്ടോ. അതപ്പോൾ നല്ല ഏകദേശം നല്ലോണം ഒന്ന് വഴണ്ട് വരാനായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫ്ലെയിം ആയാലൊരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് വണ്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ ആയി. അപ്പോൾ ഞാനിതിലേക്ക് മസാലകളായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഫിഷ് മസാലയും ഒരു ശകലം ഗരം മസാലയും കൂടി ആഡ് ചെയ്തത് കേട്ടോ. ചെമ്മീനായതുകൊണ്ട് കേട്ടോ ഇച്ചിരി ഗരം മസാലയും കൂടി ആഡ് ചെയ്തത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നല്ലോണം ഒന്ന് ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നോടം വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വിടണം കേട്ടോ. ഗരം മസാല ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഗരം മസാല ആഡ് ചെയ്യുമ്പോൾ കുറച്ചൊരു രുചി ഉണ്ടാവില്ല. ചെമ്മീൻ അല്ലെങ്കിൽ കൂന്തലിനൊക്കെ ഗരം മസാല ഞാൻ ആഡ് ചെയ്യും കേട്ടോ. എല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നോടം വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും അതിനകത്തേക്ക് ഇടും. മുഴുത്ത ചെമ്മീനായതുകൊണ്ട് ഞാൻ തലയടക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. തലയുടെ അറ്റത്തുള്ള അവിടെ മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി ഭാഗങ്ങൾ എടുത്തു. പിന്നെ അത് ചെമ്മീനിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഞാൻ ശകലം വെള്ളം, കുറച്ച് ചെറിയ ഒരു ഗ്രേവി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി അടച്ചു വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചെടുത്തിട്ടോ. ഒരു 10-15 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ചെമ്മീൻ നല്ലോണം വെന്ത് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും വയറ് നിറച്ച് ചെമ്മീനും കൂട്ടിയിട്ട് ചോറുണ്ട് കേട്ടോ. അപ്പം ചോറിനോ അല്ലെങ്കിൽ പൊറോട്ടയ്ക്കോ അല്ലെങ്കിൽ പൂരിക്കോ അങ്ങനെ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി കേട്ടോ. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അവസാനം നമ്മൾ വാങ്ങാൻ നേരത്ത് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് തീ ഓഫാക്കിയിട്ട് അങ്ങ് അടച്ചു വെക്കുക. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും അത് പിന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോഴേക്കും നല്ല എന്താ പറയുക, നമുക്ക് കഴിക്കാനാകുമ്പോൾ തുറക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും വരും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണും വരെ ബൈ ബൈ.